ക്രിസ്ത്യാനിറ്റി ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരനുഭവമാണ്. മക്കളെ, നമ്മൾ ഇതിനെ റിജക്ട് ചെയ്താൽ, മനസ്സുകൊണ്ട് നമ്മളൊരു ക്രിട്ടിസൈസിങ് മൂഡിലേക്ക് പോയാൽ, നമ്മളൊരു ജഡ്ജായി മാറിയാൽ, നമുക്കൊരിക്കലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞത്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. വിമർശിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുമെന്നല്ല, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഈ നദികൾ ഒഴുകും. കർത്താവിനെ അനുഭവിച്ചവർക്കേ അത് പറ്റുള്ളൂ. എന്ത് ത്യാഗം സഹിക്കാൻ, എന്ത് കഷ്ടത സഹിക്കാൻ. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഇത് ജെറുസലേമിൽ ഒഴുകിയ നദിയാണ്. ഇത് പെന്തിക്കോസ് നാളിൽ വെളിപ്പെട്ട നദിയാണ്. ഈ നദി അവിടെ ഒഴുകിയോളായിരുന്നെങ്കിൽ, ഈ ഒഴുകിയ നദി അവിടെ കൊണ്ട് നിന്നു പോയിരുന്നെങ്കിൽ, വറ്റിപ്പോയിരുന്നെങ്കിൽ, ഒരിക്കലും നമുക്കിത് അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതൊരു രാജ്യത്തിന് വേണ്ടിയുള്ള നദിയല്ല, ഇതൊരു സംഘടനയ്ക്ക് വേണ്ടിയുള്ള നദിയല്ല, ഇതൊരു കൂട്ടത്തിന് വേണ്ടിയുള്ള നദിയല്ല, ഇത് വിശ്വസിക്കുന്നവന് വേണ്ടി ഒഴുകുന്ന നദിയാണ്.